എന്റെ ദൈവം തമ്പുരാനെ, ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് കാരണം ഉറങ്ങുന്നേ നോക്കി. ഇയാൾ ഇതെന്തോ ഭാവിച്ച് തുടങ്ങുക? നാളെ ഗൾഫിൽ പോയി ജോലി ചെയ്യേണ്ട മനുഷ്യനായത്. ഉറങ്ങുന്നേ നോക്കി. കൂട്ടുകാരെല്ലാം കൂടി ഗൾഫിൽ പോകാമെന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്നാൽ നമുക്ക് കമ്പനി കൂടാമെന്ന് പറഞ്ഞ് രാത്രി പോയി കള്ള് കുടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുക. ഇനിയും 2 കൊല്ലം കഴിഞ്ഞല്ല കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനായത്. എന്തോ ചെയ്യാനാന്ന് പറയും. ഇയാൾ എന്തോ ഭാവിച്ച് തുടങ്ങുമെന്ന് എനിക്കറിയത്തില്ല ചേച്ചി. ഞാൻ എന്തോ ചെയ്യും. ഞാൻ എന്താടാ എനിക്ക് ഫോൺ വിളിക്കുന്നേ? എൻ്റെ കൂട്ടുകാരി സുലോചനയാ. ഹലോ സുലോചനെ, പറയടി. ഓ ഇല്ല, ഞാനിന്ന് പണിക്ക് വരുന്നില്ല. അതെ, അണ്ണനാന്ന് ഇന്ന് ജോലിക്ക് പോവുക. അയ്യോ അല്ല, ദുബായില്. ദുബായിലാ ജോലിക്ക് വന്ന്. ഇല്ല, നല്ല ശമ്പളം ഉണ്ടെന്നാ പറഞ്ഞത്. ഹലോ സുലോചനെ, ഹലോ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ കേട്ടോ. അവൾ എന്നോട് എപ്പോഴും പറയായിരുന്നു, എടീ നിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തന്നെ അങ്ങ് സങ്കടം വരും. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയുന്നു പറഞ്ഞു. ഇപ്പൊ അവളെ എൻ്റെ അണ്ണന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവളെ അന്നേരം ഫോൺ കട്ട് ചെയ്തത്. ഇങ്ങനെ വേണം കൂട്ടുകാരികൾ. എൻ്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഇവിടെ ഇത്രയും ബഹളം നടന്നിട്ട് ഈ മനുഷ്യനൊന്നും അറിയുന്നോ നോക്കിയേ. അണ്ണോ എന്തുവാണ്ണ ഇത്? നിങ്ങൾ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് അറബി പറയാൻ തുടങ്ങിയോ? അയ്യോ, അറബി പറഞ്ഞല്ലേ. പിന്നെ ഇന്നലെ ഞാൻ അവന്മാരുമായിട്ട് 2 എണ്ണം അടിക്കാൻ വേണ്ടി പോയില്ലേ, അപ്പൊ ടെച്ചിൻസായിട്ട് കഴിച്ചത് ചേമ്പായിരുന്നു. അതിന്റെ എന്തോ ഒരു സാധനം എന്റെ നാക്കിനകത്ത് കയറി ഉടക്കി. അതെടുത്ത് കളയാൻ വേണ്ടി പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഗൾഫിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് പോവില്ലയോ അണ്ണാ, അവിടുത്തെ വെള്ളം നിങ്ങൾക്ക് പിടിക്കത്തില്ലായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കുളി കഴിഞ്ഞാൽ ഉടനെ രാസനാദിപ്പൊടി തണ്ടി ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എന്തിന് അണ്ണാ? ഈ പനിയും ജലദോഷവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ പൊന്ന് ചന്ദ്രികയെ, വിഗിന്റെ മേളിൽ രാസനാദിപ്പൊടി തേച്ച് കഴിഞ്ഞാൽ പനി മാറില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയാം, മനുഷ്യന് ഇച്ചിരി മനസ്സമാധാനം തരണം. ആദ്യം നിന്റെ ഈ വളവളപ്പൊന്നും നിർത്താവോ? എന്തിനാ ഇങ്ങനെ വാവക്കുന്നത്? ഞാൻ വാവക്കുന്ന പ്രശ്നം. പിന്നെ നീ ഇങ്ങനെ വാവച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സമാധാനം എന്താ? ഞാൻ വാവക്കുന്നതല്ല, ഇവിടെ വാവക്കാൻ വേണ്ടി വേറൊരുത്തൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാനറിയാതെ ആരാ ഇവിടെ പാവിക്കാൻ വരുന്നത്? പാവിക്കാൻ വരുന്നല്ല പറഞ്ഞത്. പിന്നെ ഇപ്പൊ പാവിക്കാൻ വരുന്ന കാര്യമല്ലേ ഈ പറഞ്ഞത്? എന്തോ ഈ പറയുന്നത്? കള്ളു കുടിച്ചതിന് ബോധം ഇതുവരെ മാറിയില്ലയോ? എന്ത് വാവ് ചന്ദ്രിക? ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളെ കൂടെ കൊണ്ടുവരുന്ന പണി പഠിപ്പിച്ച ഒരാള് വരുന്നെന്ന്. നിങ്ങളുടെ അമ്മാവൻ. ആര്? കരിങ്കണ്ണം കാണാറുണ്ട്. എന്റെ ദൈവമേ, അങ്ങേര് നിന്നെ വിളിച്ച? എന്നാ നിങ്ങളുടെ അച്ഛന്റെ കാര്യം പറഞ്ഞു ഒരുപാട് കരയുമായിരുന്നു അയാള്. അച്ഛൻ ഭരിച്ചിട്ട് 25 വർഷമായി. അന്ന് കരയാത്ത ആൾ 25 വർഷം കഴിഞ്ഞ് ഫോണിൽ വിളിച്ച് എന്തിന് കരയുന്നു? എന്തിനാണ് സംഭവം? എന്താണ് സംഭവം എന്ന് പറയുന്നത്? നിങ്ങൾ ഇതുവരെ ഗൾഫിൽ പോകുന്ന കാര്യം അമ്മാവനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അങ്ങേര് കിടന്ന് കരയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തേ. എന്റെ പൊന്ന് ചന്ദ്രിക, അങ്ങേരുടെ പേര് കരിങ്കണ്ണം കണാരെന്നാണ്. അങ്ങേരത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരും. ദൈവം തമ്പുരാനെ, അങ്ങേരെങ്ങാനും വന്നു കഴിഞ്ഞാൽ പണിവാളും. ഈ കരിങ്കണ്ണം കണാറിന്റെ അടുത്ത് പിടിച്ചു നിന്നിട്ടുള്ള ഒറ്റയാളേ ഉള്ളൂ. ആരാണ്? അതിന്റെ അമ്മ തീയായിരുന്നു. തീയോ? പസുമത്തി. അറിയത്തില്ല അമ്മയുടെ പേര്. പറഞ്ഞു തീർന്നുള്ള വരുന്നണ്ട. എന്റെ അമ്മ എങ്ങോട്ടെങ്കിലും ഓടി. എന്താ അമ്മാവാ? അറിയോ? പിന്നെ എനിക്കും അറിയാം. പടിവേലുവിനെ അനുകരിച്ചല്ലേ? പടിവേലുവിനെ അനുകരിച്ചാടാ ഞാൻ. പിന്നെ നീ ദുബായ് മറച്ചു വെച്ചല്ലടാ. എന്തുമാണ് ഈ പറയുന്നത്? അത്രയും വലിയ ദുബായ് ഞാൻ ആർക്ക് മറച്ചു വിറ്റെന്ന്? ദുബായ് മറച്ചു വിറ്റെന്നാണ്. ദുബായ് മറച്ചു വിറ്റെന്നല്ല പറഞ്ഞത്. പിന്നെ ഈ ദുബായ് പോണ കാര്യം എന്റെ അടുത്ത് നീ മറച്ചു വെച്ചു. അയ്യോ, ഞാൻ അതിന് ദുബായിലല്ല പോകുന്നത്. പിന്നെ എവിടാ? കുവൈറ്റ്. അത്ര വെയിറ്റ് ഒന്നും വേണ്ട കേട്ടാ. നീ പോകുന്ന നീ എന്റെ കൂടെ നിന്ന് പോയി വെൽഡിംഗ് പണി പഠിച്ചതാണ് എന്റെ വർക്ക്ഷോപ്പിൽ നിന്ന്. പക്ഷെ നീ പോകുന്ന സമയത്ത് എന്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല. മോശമാണ്, മോശം. നീ പറഞ്ഞില്ലേ നീ കുവൈറ്റിലാണ് ഗൾഫിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനും പണ്ട് കുറെ കിടന്ന് പോയത് തന്നെ. എന്റെ 18ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് ദുബായിലല്ലേ. പിന്നെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലേ ഇവിടെ വന്ന് വെൽഡിംഗ് പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്തത്. നീ ഭയങ്കര ജാട നീ കാണിക്കട്ടെ കേട്ടാ. ഞാൻ സത്യം, ഞാൻ പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പോലെ ഈ വിമാനവും കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര സംഭവം. ഞാൻ ഉരുവിലാണ് പോയത്. അമ്മാവനെ സമ്മതിക്കണം. ഇവിടുന്ന് അവിടെ വരെ ഉരുണ്ട് പോയത്. ഉരുണ്ട് പോയെന്നല്ല പറഞ്ഞത്, ഉരുവില് കപ്പലിലാണ് പോയത്. അങ്ങനെയാ പറഞ്ഞു. ഭയങ്കര കഷ്ടപ്പെട്ട ഇവപ്പ കിടന്ന് ഭയങ്കര ഷൈൻ ചെയ്യുന്നില്ലേ. അന്നത്തെ കഷ്ടം എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം. അന്ന് വാർത്താവിനിമയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഫോണും പിന്നെ വീഡിയോ കോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മോളെ. അന്ന് എഴുത്താണ്. എന്റെ കൂട്ടുകാരന്മാർ സ്വന്തം വീട്ടിലേക്ക് കത്തെഴുതുമ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. സത്യം, എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി ഞാൻ നോക്കിയിരിക്കൂടാ കേട്ടോ. എഴുത്തും വായന അറിയാത്തയാന്ന് പറയരുത്. കയറിയിരുന്നത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ.
പണ്ട് ഞാൻ അവിടെ പോകുന്ന സമയത്തുണ്ടല്ലോ, സത്യം പറഞ്ഞ മലയാളികൾക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല മോളെ. ഹർത്താലായിരുന്നു. ഹർത്താലല്ലെന്ന്, അറബികൾ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും. എന്തിനാ അടിക്കുന്നത്? ഭയങ്കര പ്രശ്നമാണ്. അണ്ണൻ പോയി അടിക്കുവാണ്. 4 ആൾ കൂടി കഴിഞ്ഞാൽ ഭയങ്കര വിഷയവും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടും. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ ഓ മാൻ ഓ മാൻ ഓ മാൻ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടും. അങ്ങനെയാണ് പിൽക്കാലത്ത് ഒമാൻ എന്ന് പറയുന്ന രാജ്യം തുടങ്ങിയത്. കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് എന്റെ അമ്മാവനെ പുച്ഛം. ഒരു രാജ്യം കണ്ടുപിടിച്ച മനുഷ്യനെ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മാവനാ. കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേരളം ഉണ്ടാക്കിയ മനുഷ്യനാന്ന് വരെ പറയും. ഉള്ള സമയത്ത് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ദേ ഇങ്ങോട്ട് കയറി വന്ന് എന്റെ കുടുംബം എന്നെ സമാധാനം കളയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ വന്ന വഴി പൊക്കോണം. നല്ല കാര്യമാടാ, നല്ല കാര്യം. നീ എന്റെ കൂടെ വന്നിട്ടാ രക്ഷപ്പെട്ടത്, മനസ്സിലായോടാ? എങ്ങനെ രക്ഷപ്പെട്ടത്? എടാ എന്റെ കൂടെ വന്നിട്ട് എത്ര പേരാണ് രക്ഷപ്പെട്ടെന്ന് അറിയാമോ? എന്റെ ഭാര്യ എന്റെ കല്യാണം കഴിച്ചിട്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ അവള് രക്ഷപ്പെട്ടു. കണ്ടോ, അമ്മാവിയുടെ കാര്യമായി മാമൻ ഈ പറഞ്ഞോണ്ടിരിക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? പിന്നെ വർക്ക്ഷോപ്പിൽ പണിക്ക് വന്ന വേലപ്പൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ പുള്ളിക്കാരി പോയി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇയാളുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയെ നമുക്കുള്ളൂ. ചെറുക്കാതാണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ വെച്ച് അടിച്ചാലും കേട്ടോ, പറഞ്ഞിട്ടുണ്ട് മോളെ. എന്റെ സത്യം പറഞ്ഞ എന്റെ ബിസിനസ് പറഞ്ഞ ഭയങ്കര സംഭവം. വെറും 1000 രൂപ തുടങ്ങിയത് 1000 രൂപയിൽ ഞാൻ തുടങ്ങിയതാ. ഇപ്പൊ 5 ലക്ഷത്തിൽ വന്ന് നിൽക്കാൻ അറിയാവോ? നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാമോ മനുഷ്യ? നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, നിങ്ങൾ എന്തിനാ ഈ കാശ് മുടക്കി ഗൾഫിലോട്ട് കയറി പോന്നെ? അമ്മാവൻ 1000 രൂപ ശമ്പളത്തിന് തുടങ്ങിയതാ. ഇപ്പൊ 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നാ മാമൻ പറയുന്നത്. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്റെ പൊന്ന് ചന്ദ്രിക, ഇങ്ങനെ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ്. 1000 രൂപ കടം മേടിച്ച് തുടങ്ങിയ ബിസിനസ് ആണ്. അതിപ്പോ 5 ലക്ഷം രൂപ കടത്തി വന്ന് നിൽക്കുവാന്നാണ് ഈ പറയുന്നത്. ആ കടം ഞാൻ തീർത്തു കൊടുക്കാൻ റൂട്ട് മാറ്റി അടിക്കുവാണ് ഇയാൾ. ഇയാളെ കൊണ്ട് തോറ്റ് ഇയാൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. പിന്നെ ഇയാൾ പറഞ്ഞല്ല എന്നെ പഠിപ്പിക്കുന്നു. എടി, ഇയാളുടെ വർക്ക്ഷോപ്പിൽ ഒരു പരിപാടിയും നടക്കാറില്ല. ഇപ്പൊ വേറെ എന്തോ ഉദ്ദേശത്തിലാണ് ഇവിടെ കയറി വന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പ്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് എന്റെ സമാധാനം കളയരുത്, ഇവിടുന്ന് ഇറങ്ങി പൊക്കോണം. ഞാൻ പോണല്ലോടാ ഇപ്പൊ. എത്രയായാലുമെൻ ഉണ്ണിയല്ലേ എന്റെ കൈവിരൽ തുമ്പു പിടിച്ചേ നടക്കാറുള്ളൂ, യവൻ കൈമുരൽ പിടിച്ചേ ഇടിക്കാറുള്ളൂ. അത്രേ, അങ്ങനെ വളർത്തിയോ നിന്നെ? കേട്ടോ, നിന്നെ അങ്ങനെ വളർത്തിയോ ഞാൻ? ആര് വളർത്തിയെന്നാണ് പറയുന്നത്? നിങ്ങൾ എനിക്കൊരു കോല് മിഠായി പോലും മേടിച്ചു തന്നിട്ടില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു കരിക്ക് ഞാൻ എടുത്ത് തിന്നേന് എന്റെ കൊരവള്ളിക്ക് പിടിച്ച് ഞെക്കി ആ കരിക്കും വെള്ളം ഛർദിപ്പിച്ച മനുഷ്യനാണിത്. അന്ന് ആളറിയാതെ വല്ലതും ചെയ്തായിരിക്കും. പിന്നെ സുമതിയുടെ മോനല്ലേടാന്ന് പറഞ്ഞാണ് എന്റെ കരുത്തെ കയറി പിടിച്ചത്. എന്നിട്ട് എങ്ങനെയാണ് ആളറിയാതിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. നിങ്ങളിപ്പോ വന്ന എന്റെ ഉദ്ദേശം എന്താ? അത് പറ മോനെ. എന്തായാലും നീ പോവല്ലേ? ഞാൻ പോകാൻ തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യ്, തട്ടിപ്പറിക്ക്. നിങ്ങളുടെ കയ്യിരിക്കുന്ന പേപ്പർ ഞാൻ എന്തിനാണ് തട്ടിപ്പറിക്കുന്നത്? ഇടാ രക്ഷപ്പെടാ, തട്ടിപ്പറിക്കടാ. എന്തിനാ ബാബ തട്ടിപ്പറിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് തട്ടിപ്പറിക്കി. നിങ്ങളുടെ കയ്യിരിക്കുന്ന പേപ്പർ ഞങ്ങൾ എന്തിനാണ് തട്ടിപ്പറിക്കുന്നതെന്ന്? മക്കളെ, നമ്മൾ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു അംഗീകാരം തരൂലേ? സർട്ടിഫിക്കറ്റ് ആണോ മാമ? അത് തന്നെ, അത് എനിക്ക് വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റിന് പറഞ്ഞാണ് തട്ടിപ്പറിക്കാൻ. എന്നാ പോയി കൊണ്ട് രക്ഷപ്പെട്ടു പോ. കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. എടി, നിനക്ക് ഭ്രാന്താന്നാ ചന്ദ്രിക? നോക്കണ്ട, നല്ല സർട്ടിഫിക്കറ്റ് ആണോ നോക്കി. ഏതോ പറ്റു ബുക്കിന്റെ നടുപേജ് കീറി അതിനകത്ത് കണാരൻ എഴുതി വെച്ചേക്കുവാണ്. ഇതെന്തിനാ അണ്ണൻ കൊണ്ട് തന്നെ? ഈ പൈസയും കൂടെ തീർക്കാൻ വേണ്ടിട്ടുള്ള റൂട്ട് മാറ്റി അടി. ഇയാള് റൂട്ട് മാറ്റി അടിക്കാൻ പണ്ടേ മിടുക്കനാ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. വന്നത് ഇത്ര സമയമായി. വല്ലോ ഉണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേക്കണം. ഞാൻ അകത്തോട്ട് പോയിട്ട് വരുമ്പോ ഇങ്ങേരെ ഇവിടെ കാണരുത്. അറിയാലോ, ഞാൻ പറയാം, ഇയാൾ ആള് തരികിടയാ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. മനസ്സിലായല്ലോ? എന്തിനാണ് എനിക്ക് ഇത് നീ കൈ വെച്ചോ, പുള്ളി വന്ന തട്ടിപ്പറിക്ക്. അവൻ ചോറ് തന്നു വിടാൻ പറഞ്ഞു അണ്ണൻ. നല്ലതാ മോളെ, നീ ചതിക്കപ്പെട്ടടി. ഞാനോ? സത്യം, നീ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തോ മാമ? ഇവൻ ഗൾഫിൽ പോണെന്ന് പറഞ്ഞ് പോയില്ലേ? ഇവൻ പോണത് എവിടെയെന്ന് അറിയാമോ? കുവൈറ്റിലോട്ട്. കുവൈറ്റിൽ പോയിട്ട് ഇവന് പല പരിപാടികൾ ഇവനുണ്ട്. എന്തോ കാണിക്കാൻ പോവാ? ഇവൻ അവിടെ നിന്ന് ജോലി ചെയ്യുക, എന്നിട്ട് ബെല്ലി ഡാൻസ് കാണുക, എന്നിട്ട് പൈസ അവിടെ അങ്ങോട്ട് മറിക്കുക. അതാണ് അവൻ ചെയ്യുന്നത്. നീ ചതിക്കപ്പെട്ടു. എന്തോ ഡാൻസാ മാമ? ബെല്ലി ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട്. ഭയങ്കര സംഭവം അത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, അറിയാമോ? ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു പൈസ പോലും എന്റെ കയ്യിലായിരുന്ന വെറും പെട്ടിയായിട്ടാണ് ഞാൻ വന്നറിയാവോ? എന്താ അമ്മ അങ്ങനെ വന്നത്? ബെല്ലി ഡാൻസിന് കൊണ്ട് കൊടുത്തു, പൈസ എല്ലാം പോയി. അതാ പറഞ്ഞത്, എന്റെ പോക്ക് ആ ചതി പറ്റരുത്. അതുകൊണ്ടാണ് ഈ പറയണത്. ഇയാൾ എന്നെ ചതിക്കാനാണ്. ഇയാളെ ഞാൻ വിടത്തില്ല മാമ. വിടരുത് മോളെ, വിടരുത്. വിടത്തില്ല ഞാൻ ഇയാളെ. പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അകത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഒന്നും കാണുന്നില്ല. എണ്ണയൊക്കെ എവിടെ? എണ്ണ പിണ്ണാക്കൊക്കെ പിന്നെ എടുത്തു തരാം. പിണ്ണാക്കോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
അണ്ണന് ഡാൻസ് ഇഷ്ടമാണെന്ന ഡാൻസ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മാമ ഡാൻസ് ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള അക്ഷയയിലെ ഒരു പെങ്കൊച്ചിനെ ഇവൻ വളച്ചു. പിന്നെ അതിനപ്പുറത്ത് നിന്ന വേറൊരു പെങ്കൊച്ചിനെ ലാഭിക്കുന്ന എത്ര കുട്ടികളാണ്. എന്റെ ദൈവമേ, ഈ കാലിൽ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല മാമ. പുതിയടി അവനെ വിടരുത്. ശരിക്കും പറഞ്ഞ അണ്ണൻ എന്തിനാ ഇപ്പൊ ഗൾഫിലോട്ട് പോന്നേ? ഗൾഫിലോട്ട് പോണേ എന്തിനാ? പണിയെടുക്കാൻ പോണു. പണിയെടുക്കാൻ പോണു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അണ്ണൻ പോണ്ട. പോണ്ടേ? പോണ്ട അണ്ണന്. അതെന്താ? അണ്ണൻ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ട. എടി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഗൾഫിലൊരു വിസ വന്നേക്കുന്നത്. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാൽ മതി, അണ്ണൻ പോണ്ടെന്നാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് രക്ഷിച്ച് പച്ച പിടിക്കണം. അതിനാണ് ഗൾഫിൽ പോകുന്നത്. ഇപ്പൊ ഇത്ര പെട്ടെന്ന് പോകണ്ടെന്ന് പറയാൻ ഒരു കാര്യം ചെയ്യ്, അണ്ണൻ എന്നെ കൂടെ കൊണ്ടു. നിന്നെ കൂടെ കൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോയാൽ മതി. എടി പെണ്ണ, അതൊന്നും ഇപ്പൊ ഉടനെ നടക്കത്തില്ല. ആദ്യം ഞാൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ആയി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്നെ. ഇപ്പൊ എന്താ ഇവക്ക് പെട്ടെന്നൊരു പൂതി? ഇതുവരെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നീ തോർത്തിനെറിയുമല്ലേ? ഞാൻ അറിഞ്ഞില്ല. അമ്മാവ പറയുന്നത് കേട്ടോ, ഞാൻ മോശമാണ് മോളെ, വളരെ മോശമാണ്. ഒരു ഭർത്താവിനെ ഇങ്ങനെ തോർത്തിനെറിയുന്നത് വളരെ മോശമാണ് മോളെ. എടി നീ എടി ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പോയി രക്ഷപ്പെടാൻ മതി. ഇപ്പൊ നിനക്ക് എന്താ പെട്ടെന്നൊരു മനമാറ്റം? നിന്നെ കൂടെ കൊണ്ടുപോകാനാ. ഞാൻ ടൂറിനൊന്നും പോവല്ല. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിച്ചോളാം. നിനക്കൊന്നും രക്ഷപ്പെടാൻ യോഗമില്ല, യോഗമില്ല, യോഗമില്ല. മാമ അയാൾ പോകുന്നില്ലെന്ന്. പോണ്ട, അവിടെ കേട്ടോ. എന്റെ കൂടെ ബിൽഡിങ്ങിന് വരട്ടെ, ഞാൻ അവനെ സെറ്റാക്കി വിടാം. അവനെ ഞാൻ റെഡിയാക്കി വിടൂലേ. അണ്ണ അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞാണ് അണ്ണൻ പോണ. ഒരു കാര്യമുണ്ട്, അണ്ണൻ പോയിട്ട് 2 ദിവസം കഴിയുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം. എടി പെണ്ണെ, അങ്ങോട്ട് ചെന്ന ഉടനെ 2 ദിവസം കൊണ്ട് വിസയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ അവിടെ നിന്ന് ചെല്ലട്ടെ, എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റൂടെ നോക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും കൊണ്ടുപോകണം എന്നെ. ആ ഓക്കെ, ആദ്യം ഞാനൊന്ന് പോട്ട്. അങ്ങനെയാണെങ്കിൽ മോനെ ഒരു കാര്യം ചെയ്യും. എന്ത്? അവിടെ ചെന്നിട്ട് ഒരു വിസ എനിക്കൂടെ സെറ്റാക്കും. എന്തിന്? ഇവിടെ പോയാ ബെല്ലി ഡാൻസ് കാണാലോ. ഇടിവെട്ടി കരിഞ്ഞിരിക്കുന്ന തെങ്ങിന്റെ മൂട്ടി വളവിട്ടിട്ട് എന്ത് കാര്യം അമ്മാവ? ചിലപ്പോ കിളിർത്താലോ.